Watch India's largest kids library only on Jio Hotstar. Download the app now. കുട്ടികളെ, ഇവിടുന്ന് എവിടേക്കും പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എടുത്തിട്ട് വരാം. എന്ത് പറയുന്നു കൂട്ടുകാരെ? ഇന്ന് പാർട്ടിയാകാമല്ലേ? അതെ അതെ, വാ. കണ്ടില്ലേ ആ കാക്കകളൊക്കെ പപ്പിക്കുഞ്ഞുങ്ങൾ വെറുതെ ഉപദ്രവിക്കുന്നത്? വേണ്ട, സൂക്ഷിച്ചേ. പത്തലു, നീ ആ പപ്പിക്കുട്ടികളെ കൊണ്ട് വീട്ടിനകത്തേക്ക് പോ. ഞാൻ ഇവറ്റകളെ ഓടിച്ചിട്ട് തിരിച്ചു വന്നേക്കാം. വരൂ, വീട്ടിലേക്ക് പോവാം. കൊന്നുകളെയും ഇനി പപ്പിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ അവരൊക്കെ എന്റെ വിരുന്നുകാരാണ്. മൊത്തം കാക്കയുടെ ലോകം പറയുന്നു 1000 വർഷം ജീവിക്കൂ, പക്ഷേ കാലിയുടെ കൂടെ യാതൊരു അഭ്യാസവും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം എന്നെ പറ്റി അറിയാൻ മേലാത്തത് കൊണ്ട്. മോട്ടു, നീ പപ്പീസിനൊക്കെ ഒന്ന് നോക്ക്. ഞാൻ കുറച്ച് ജോലി ചെയ്തിട്ട് വരാം. ഓക്കേ? ഹലോ കുഞ്ഞുങ്ങളെ, ഹലോ. എന്തിനാ കിടന്ന് ബഹളം വയ്ക്കുന്നത്? വിശക്കുന്നുണ്ടല്ലേ? ഞാൻ ഇപ്പൊ പാല് തരാം കേട്ടോ. ഇതിലൊന്നുമില്ലല്ലോ. നിങ്ങളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യ് കേട്ടോ. ഞാൻ വേഗം പോയിട്ട് പാലുമായിട്ട് വരാം. ഓക്കെ? കുട്ടികളെ, ഞാനിതാ വന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ എവിടെയാണ്? എന്റെ മക്കളൊക്കെ എവിടെ പോയി? അവർ വളരെ ചെറിയ കുട്ടികളാണ്. എവിടേക്കും പോവാൻ അറിയില്ല. ആരെങ്കിലും എന്റെ കുട്ടികളെ കണ്ടോ? ആ മോട്ടുവിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു. എന്താ പെങ്ങളെ, നിങ്ങൾ എന്ത് പറയാനാ? നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം നടന്നു. എനിക്കത് പറയാനുള്ള ധൈര്യം പോലുമില്ല. എന്ത് പറ്റി? എന്റെ കുട്ടികൾക്ക് എന്താ പറ്റിയത്? വേഗം പറയൂ. എന്റെ മനസ്സിനെ ഞാൻ ശക്തപ്പെടുത്തിയിട്ട് പറയാൻ പോവാ. അങ്ങോട്ട് നോക്കൂ. ആ മനുഷ്യനില്ലേ, അയാളുടെ പേര് മോട്ടു എന്നാണ്. എന്റെ കുട്ടികളെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്ന കുട്ടികളോട് ഒച്ചയിൽ പറഞ്ഞു ഒച്ചണ്ടാക്കരുതെന്ന്. എന്നിട്ട് നിന്റെ കുട്ടികളെ കരഞ്ഞു പേടിച്ചിട്ട്. അപ്പൊ അയാൾ ആ കുട്ടികളെ നദിയിലേക്ക്, അല്ല എനിക്ക് പറയാൻ കഴിയുന്നില്ല, ഞാൻ പറയൂല. അയാൾ എന്തുമാത്രം ക്രൂരനാണെന്നറിയോ? എന്താ പറഞ്ഞേ? എന്റെ കുട്ടികളെ പുഴയിൽ? ഞാൻ അവനെ ഒരിക്കലും വിടില്ല. അല്ല, ഞാനെന്താ ചെയ്തത്? എന്നെ എന്തിനാ ഇങ്ങനെ കടിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നു, എന്നെ വിടൂ. എന്റെ തെറ്റാണെന്നൊന്ന് തുറന്ന് പറ. വേണ്ട. ചിങ്കം സാറേ, ഹെൽപ്പ്! ചിങ്കം സാറേ, ഹെൽപ്പ്! Why fear when Chingam is here? എന്താ പറ്റിയത്? വേഗം പറ, എന്താ പറ്റിയതെന്ന്. വേഗം 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 വേഗം.
Hey, doggy, stop! Stop in the name of law! നിൽക്കാൻ. വേണ്ട, എന്നെ കടിക്കല്ലേ. വേണ്ട, ഞാൻ നിനക്ക് പുട്ട്, പപ്പടം, കടല, പഴംപൊരി എല്ലാം വാങ്ങിത്തരാം. എന്നെ കടിക്കല്ലേ. ഷൂ കടിക്കല്ലേ, ഷൂ കടിക്കല്ലേ. വിടാൻ. എന്റെ അമ്മോ, ഈ പട്ടിക്ക് മതളകിന്നാ തോന്നുന്നത്. പുറകെ വരല്ലേ. താങ്ക് യു പത്തലു. ഒന്ന് സമാധാനമായിരിക്കേ. മോട്ടു വന്നത് കണ്ടില്ലേ? മോട്ടു നീ എങ്ങോട്ടാ പോയത്? നിന്റെ മുഖത്തിന് ഇത് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ മോട്ടു? ഒന്നും ചോദിക്കരുത് പത്തലു, ഒന്നും ചോദിക്കരുത്. ഈ അടച്ച വാതിൽ ഒരിക്കലും തുറക്കാൻ പാടില്ല കേട്ടോ. എന്നാ കുടിക്കു കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാല് കുടിക്ക്. ഇന്നാ എനിക്ക് തോന്നുന്നത് വിശപ്പ് മാറിയിട്ടില്ലെന്നാ. ഞാൻ കുറച്ചുകൂടെ പാല് വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ? പക്ഷേ പത്തലു, ഞാൻ പുറത്തു പോയിട്ട് എങ്ങനെയാ വീണ്ടും തിരിച്ചു വരിക? നോക്കട്ടെ. അത് ശരി, ആ സമയത്ത് സിംഹത്തിനെ പോലെ ഗർജിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, നനഞ്ഞ പേടിച്ച പൂച്ച പോലെ പോകണ കണ്ടോ? ഇപ്പൊ ശരിയാക്കി തരാം. പെങ്ങളെ ദേള് പോണ കണ്ടോ? രക്ഷിക്കണേ. എന്റെ ഡോഗി ഒന്ന് പറ, എന്തിനാ എന്നെ ഇങ്ങനെ കടിക്കുന്നത്? എന്റെ മക്കളെ നീ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ? ഇപ്പൊ നിന്നെ മനസ്സിലാക്കി തരാം. എന്നെ നിനക്ക് പേടിയുണ്ടെന്ന് കാണിച്ചു തരാം. സുന്ദരി മോളെ, നീ എത്ര നാളിങ്ങനെ അയാളുടെ വാതിലിന്റെ പുറത്തിങ്ങനെ കാത്തിരിക്കും? ജനല് വഴി ചാടി അകത്തേക്ക് പോകൂ. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ജനലിലൂടെ അകത്തേക്ക് പോവാൻ പോവുകയാണ്. ചിന്നു മണ്ണു ടെന്നു ബിന്നു, എന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. മമ്മി മമ്മി, അങ്കിളാണ് ഞങ്ങളെ രക്ഷിച്ചത്. ആ കാക്കകൾ ഞങ്ങളെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്? ഈ മോട്ടുവും പത്തിലുമാണോ നിങ്ങളെ രക്ഷിച്ചത്? അങ്ങനെയെങ്കിൽ ആ പുറത്തിരിക്കുന്ന കള്ളക്കാക്കകൾ എന്നോട് കള്ളക്കഥ പറഞ്ഞതാണല്ലേ? സോറി മോട്ടു പത്തിലു, നിങ്ങൾ എന്റെ മക്കളെ രക്ഷിച്ചു. എന്നാൽ ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു. സാരമില്ല, സാരമില്ല സുന്ദരി, നീ വിഷമിക്കൊന്നും വേണ്ട. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. ഞങ്ങൾക്കറിയാമായിരുന്നു ഈ കുട്ടികളുടെ അമ്മ അതിനെ തെരഞ്ഞു വരുമെന്ന്. അതായത് അമ്മയുടെ സ്നേഹമല്ലേ ഏറ്റവും വലിയ സ്നേഹം. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും നല്ല മനസ്സുള്ളവരാണ്. എന്നാൽ ആ കള്ളക്കാക്കകളെ ഇന്ന് തന്നെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. അരെ വാ സുന്ദരി പെങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ തിരിച്ചു കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം അയാൾ ഈ കുട്ടികളെ അയാളുടെ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതെ അതെ, നിങ്ങളാരും സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ മക്കളെ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഷേക്കൻ തന്ന് വളരെ നന്ദി പറയാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ വന്നത്. അതെ അതെ, ഞാൻ ദേ ഉടനെ താഴെ വരാം. നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തണ്ടേ? ആക്രമിക്കൂ. അയ്യോ, എനിക്ക് നാണമാകുന്നു.
പറ്റൂ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അല്ല എന്റെ ചൂടി അയ്യോ ഇന്നു മുതൽ നിങ്ങൾ മോട്ടു പത്ലു പോലെയുള്ള നല്ല ആളുകളെ കുറിച്ച് ഒരു വാക്കു പോലും തെറ്റായി സംസാരിക്കാൻ പാടില്ല, കേട്ടല്ലോ? Watch India's largest kids library only on Geo Hotstar. Download the app now.